ആലപ്പുഴ പുന്നപ്രയിൽ ഗ്യാസ് സിലിണ്ടറിൽ പച്ചവെള്ളം എന്ന് പരാതി. 3 ദിവസം മുൻപാണ് ഫുഡ് പ്രോഡക്ട്സ് സ്ഥാപനത്തിലേക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങിയത്. സംഭവവുമായി ബന്ധമില്ല എന്നാണ് ഗ്യാസ് ഏജൻസിയുടെ വിശദീകരണം. കഴിഞ്ഞ ദിവസം വന്ന ഗ്യാസായിരുന്നു. അത് ഇന്നലെ നമ്മൾ ഫിറ്റ് ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് ഗ്യാസ് നിന്നുപോയി. അങ്ങനെ പരിശോധിച്ച് മാറ്റി വെച്ചപ്പോൾ ഗ്യാസിനകത്ത് വെള്ളം ഉള്ളതുപോലെ ഒരു കുലുക്കം, വെള്ളത്തിൻ്റെ ചലനം കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനെ നമ്മൾ ടെസ്റ്റർ വെച്ച് കുത്തി നോക്കുമ്പോൾ അകത്തുനിന്ന് വെള്ളമാണ് വരുന്നത്. അപ്പോൾ ആകെ നമ്മൾക്ക് ഈ കുറ്റിയിൽ നിന്ന് ആകെ 38 കിലോ ആണ് ആ വെയിറ്റെങ്കിലും 19 കിലോ ആ സിലിണ്ടറിൻ്റെ ഭാരമാണ്. ബാക്കി 19 കിലോ ഗ്യാസാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടേണ്ടത്. നമുക്ക് 9 കിലോ കിട്ടിയിട്ടുണ്ട്. ബാക്കി 10 കിലോ വെള്ളമാണ് ഉള്ളത്. ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്ന ഏജൻസിയുടെ ആൾക്കാർ വന്നപ്പോൾ അവർ കൈമലർത്തിയാണ്, അവർക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ യുദ്ധകാലത്ത് ഗ്യാസിൽ വെള്ളം നിറയ്ക്കുന്നത് ആരാണ്? അശ്വിൻ പാലാഴിയുടെ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഈ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട ആശങ്കകളും അതിൻ്റെ പ്രതിസന്ധിയും ഒക്കെ തുടരുമ്പോഴാണ് ഈ ഗ്യാസ് സിലിണ്ടറിനകത്തിൽ വെള്ളം നിറച്ച് വിറ്റു എന്നൊരു ആരോപണം വരുന്നത്. ഏതായാലും അതിൽ പരാതി ഉന്നയിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ ഫുഡ് പ്രോഡക്ട്സ് കമ്പനിയാണ്, ആ സ്ഥാപനമാണ്. 19 കിലോ ഗ്യാസ് സിലിണ്ടറിനകത്തിൽ 10 കിലോ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ ആരോപണം. ഏതായാലും പരിശോധനകൾ നടക്കട്ടെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത കൊള്ളയാണ്. ഈ വല്ലാത്ത കാലത്ത് ഇങ്ങനെയുള്ള പണികൾ ചെയ്യാതിരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.